കൂട്ടുകാരെ നമസ്കാരം. ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രാജ്മ മസാലയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. പഴയ ഒരുപാട് വീഡിയോകളുണ്ട്, അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാജ്മ മസാല തയ്യാറാക്കുവാനായിട്ട് 1.5 കപ്പ് രാജ്മ ദാൽ എടുത്തിട്ടുണ്ട്. അത് 6 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിരിക്കുകയാണ്. ഹിന്ദിയിൽ രാജ്മ ദാൽ എന്നും ഇംഗ്ലീഷിൽ കിഡ്നി ബീൻസ് എന്നും ഇത് അറിയപ്പെടുന്നു. ഇനി ഇത് ഒരു കുക്കറിലെടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു 8 വിസിൽ അടിക്കുന്നവരെ ബോയിൽ ചെയ്തെടുക്കാം. ഇനി രാജ്മ മസാലയ്ക്ക് ആവശ്യമുള്ള മറ്റു സാധനങ്ങൾ എടുക്കാം. ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടീസ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1 ടീസ്പൂൺ, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 2 എണ്ണം, മല്ലിയില ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, 2 വലിയ സവാള ചെറുതായി അരിഞ്ഞത്, 2 വലിയ തക്കാളി മിക്സി ഉപയോഗിച്ച് നന്നായി പേസ്റ്റ് ചെയ്ത് എടുത്തത്. ഇനി രാജ്മ മസാല തയ്യാറാക്കുവാനായിട്ട് ഒരു പാത്രം എടുക്കാം. ആ പാത്രം ചൂടാകുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ കണക്കിന് ഓയിൽ എടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ കണക്കിന് ഗീ അല്ലെങ്കിൽ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിലും നെയ്യും ചൂടാവുമ്പോഴത്തേക്കിന് 1/2 ടീസ്പൂൺ ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജീരകം ചെറുതായിട്ട് പൊട്ടുമ്പോഴത്തേക്കിന് 1/4 ടീസ്പൂൺ അയമോദകം ഇതിലേക്ക് ചേർക്കാം. ഇനി ഉടൻ തന്നെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ചെറിയ ബ്രൗൺ കളർ ആയി വരുമ്പോഴത്തേക്കിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള വേഗം തന്നെ വഴറ്റി കിട്ടുവാനാണ് ഈ സമയത്ത് ഉപ്പ് ചേർക്കുന്നത്. സവാള ഒരു മീഡിയം ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്കിന് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നല്ല രീതിയിലൊന്ന് റോസ്റ്റായി കിട്ടേണ്ടതായിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തക്കാളിയുടെ ആ ഒരു പച്ച ചുവ മാറുവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ അടച്ചു വെച്ച് ഇത് റോസ്റ്റ് ചെയ്തത്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, 1 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോഴും ആ തക്കാളിയുടെയൊക്കെ ഒരു ചെറിയ പച്ച ചുവ ഈ മസാലയിൽ ഉണ്ടാവും. അത് മാറുവാനായിട്ട് നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റോളം സമയം ചെറിയ തീയിൽ ഇത് അടച്ചു വെച്ചിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം മാറിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ മസാല റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് രാജ്മ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 8 വിസിൽ അടിച്ച് ഇത് ബോയിൽ ചെയ്തെടുത്തതാണ്. ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിലർ രാജ്മ കുക്കറിൽ ബോയിൽ ചെയ്യുമ്പോൾ കുറച്ച് സോഡാപ്പൊടിയും കൂടി ചേർത്ത് ബോയിൽ ചെയ്യാറുണ്ട്. പെട്ടെന്ന് ബോയിലായി കിട്ടുവാൻ വേണ്ടിയാണ്. എന്നാൽ തലേദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഈ രാജ്മ. ഒരു ഏകദേശം 8 വിസിലടിച്ചപ്പോൾ തന്നെ നല്ല രീതിയിൽ ബോയിലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ മസാലയിൽ വെള്ളം കുറവാണ്, അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് അല്പം കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി ഇതുപോലെ കയ്യിൽ ഒന്ന് നന്നായിട്ട് ഞെരടി ഇടുന്നത് നന്നായിരിക്കും. കസൂരി മേത്തി കൈകൊണ്ട് നന്നായി പൊടിഞ്ഞ് കിട്ടുന്നില്ല എങ്കിൽ ഇതുപോലെ ഒരു തവ ചൂടായതിനു ശേഷം തീ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരല്പം കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് കയ്യിലെടുത്ത് തന്നെ പൊടിക്കുവാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി മല്ലിയില കൂടി ഇതിലേക്ക് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടി ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ പക്ക നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു അടിപൊളി രാജ്മ മസാല റെഡിയായി കഴിഞ്ഞു. ചപ്പാത്തി, പൊറോട്ട, റോട്ടി, അതുപോലെ വൈറ്റ് റൈസ്, ഗീ റൈസ്, ജീര റൈസ് ഇതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് രാജ്മ മസാല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.